പ്ലാന്റ്സ് പലരും പല രീതിയിലാണ് പോട്ട് ചെയ്ത് വെക്കാറുള്ളത്. കരിയില്, ചകിരിയില്, മടലില്, ചിലര് മൗണ്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ട് വേറൊരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ടർ കൾച്ചർ ഓർക്കിഡ്സ്. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. വാട്ടർ കൾച്ചർ ഓർക്കിഡ്സ് പലർക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ലാഞ്ഞിട്ടായിരിക്കും, അറിയില്ലാഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ പേടിയായിട്ടായിരിക്കാം എങ്ങനെയാണ് നടന്നതെന്നൊക്കെയുള്ള. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ വീഡിയോയിൽ എന്താണ് വാട്ടർ കൾച്ചറിങ്, അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനുശേഷം ഫെർട്ടിലൈസർ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ ചിലപ്പോൾ നമ്മുടെ ഈ പദ്ധതി ഫ്ലോപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. എന്താണ് വാട്ടർ കൾച്ചർ ഓർക്കിഡ്സ്? നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഒരു മീഡിയനും ഉപയോഗിക്കാതെ, അതായത് കരി, ചകിരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ റൂട്ട് വെള്ളത്തിലിറക്കി വെച്ച് വളർത്തിയെടുക്കുന്ന രീതിയെയാണ് വാട്ടർ കൾച്ചർ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. വാട്ടർ കൾച്ചർ ഓർക്കിഡ്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് നല്ലൊരു റൂട്ടിംഗ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നീട് അത് റൂട്ടിംഗ് സിസ്റ്റം നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുകയും നല്ല ഫ്ലവർ സ്പെക്കൊക്കെ ഉണ്ടാക്കി കിട്ടുകയൊക്കെ നമുക്ക് ചെയ്യും. ഇതുപോലെ റൂട്ട്സ് ഇല്ലാത്ത ഓർക്കിഡ്സ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് ഉണ്ടാവുകയും നല്ലൊരു റൂട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. വാട്ടർ കൾച്ചറിന് നമുക്ക് ഏത് തരം ഓർക്കിഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഡെൻഡ്രോബിയം, ഫാലനോപ്സിസ്, കാറ്റ്ലിയ, ടുലിമിനിയ ഏത് വേണമെങ്കിലും നമുക്ക് വാട്ടർ കൾച്ചറിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഫാലനോപ്സിസ് ഓർക്കിഡ്സ് ആയിരിക്കും. വാട്ടർ കൾച്ചറിനായിട്ടുള്ള വെള്ളം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നല്ല വെള്ളം, പ്യുവറായിട്ടുള്ള വെള്ളം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പായലൊക്കെ വരാത്ത വെള്ളം, അതായത് കുളത്തിൽ നിന്നുള്ളതും ബോർവെൽ വെള്ളമൊക്കെ അല്ലേ, അതിൽ ചിലപ്പോൾ പെട്ടെന്ന് പായൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വെള്ളങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കൂടുതലായിട്ടും മഴവെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, മഴവെള്ളം നല്ലതാണ്. പിന്നീട് പൈപ്പ് വെള്ളം, ഞാൻ കൂടുതലായിട്ടും നിങ്ങളോട് പൈപ്പ് വെള്ളം ഉപയോഗിക്കാനേ പറയുകയുള്ളൂ. ഈ ഫെലനോപ്സിസ് ഓർക്കിഡാണ് നിങ്ങൾക്ക് ഞാൻ വാട്ടർ കൾച്ചർ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പ് ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പോട്ടിൽ നിന്ന് നമുക്ക് ഈ ഓർക്കിഡ് റിമൂവ് ചെയ്യണം. അതായത് ഈ പോട്ടിംഗ് മീഡിയയുടെ ആവശ്യമൊന്നും നമുക്കില്ല. ഈ പോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുണ്ട്, വേരൊക്കെ പുറത്താണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, വേര് പൊട്ടാതെ ശ്രദ്ധിച്ചെടുക്കുക. പോട്ടിംഗ് മീഡിയത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഫെലനോപ്സിസ് നന്നായിട്ട് കഴുകിയൊക്കെ ക്ലീൻ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ കൾച്ചർ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പോട്ടിംഗ് മീഡിയത്തിന്റെ ഒരു അവശിഷ്ടവും നമ്മുടെ ഈ റൂട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനോ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നീട് നമ്മുടെ ഡെഡ് റൂട്ട്സ് ഒക്കെ ഇതിലുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വാട്ടർ കൾച്ചർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ പ്ലാന്റ്, അതായത് ഈ റൂട്ട്സ് 10 മിനിറ്റ് നേരമെങ്കിലും സാഫ് വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെക്കുക. അതായത് അണുവിമുക്തമാക്കുക. അതായത് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതിൽ. അപ്പം അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ റൂട്ട് സാഫിൽ ഇറക്കി വെക്കുന്നത്. ഇതല്ല, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സാഫിൽ ഇറക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് റൂട്ട്സിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. റൂട്ട്സിൽ ശ്രദ്ധിക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ലീഫിലല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, റൂട്ട്സിൽ മാത്രമായിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈലൂട്ട് ചെയ്തത്.
ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ കൾച്ചർ നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. വാട്ടർ കൾച്ചറിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെയ്സോ അല്ലെങ്കിൽ ഗ്ലാസ്സോ, നിങ്ങൾക്ക് എന്താ കയ്യിൽ നിന്നുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കെടുക്കാം. ഇതിൽ നമ്മൾ ഇങ്ങനെ പറയാൻ കാര്യം, അതായത് ട്രാൻസ്പെറൻറ്റ് പോലുള്ളത് എടുക്കണമെന്ന് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല. അതായത് ഇതിന് ആവശ്യമായ ലൈറ്റ്, നമ്മുടെ റൂട്ടിന് ആവശ്യമായ ലൈറ്റും പിന്നെ റൂട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുമ്പോൾ അത് വെള്ളത്തിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ചീഞ്ഞു പോയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ടും നമുക്ക് ഇതിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തന്നെ ഗ്ലാസ് അല്ലെങ്കിൽ വെയ്സ് പറയുന്നത്. നമ്മൾ ആദ്യമേ ഈ ഗ്ലാസ്സിലേക്ക് അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഓർക്കിഡ്, നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന ഓർക്കിഡ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ കൾച്ചറിന് വയ്ക്കുന്നത്. ഇതുപോലെ റൂട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ച് വളർത്തുന്ന രീതിയാണ് നമ്മൾ വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. വെള്ളത്തിലേക്ക് റൂട്ട് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മൾ റൂട്ടിൻ്റെ മേലെ, അതായത് ഇത് കണ്ടോ, ഈ റൂട്ടിൻ്റെ മേലെ വെള്ളം വരാനായിട്ട് അനുവദിക്കരുത്. അതായത് കടഭാഗത്ത് വെള്ളം വരാനായിട്ട് അനുവദിക്കരുത്. റൂട്ട്, അതായത് വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ആവശ്യമായ വെള്ളം ഈ റൂട്ടിലൂടെ അത് വലിച്ചെടുത്ത് പൊയ്ക്കോളും. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വളർന്നു കിട്ടുന്നത്. വാട്ടർ കൾച്ചർ രണ്ട് രീതിയിലുണ്ട്, ഫുൾ വാട്ടർ കൾച്ചറും സെമി വാട്ടർ കൾച്ചറും. ഫുൾ വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ജാറിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും വെള്ളം, അതായത് ഫുൾ റൂട്ട്സ് ഇറങ്ങി നിൽക്കുന്ന, വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കുന്ന, ഫുള്ളായിട്ട് ഇറക്കി വെച്ചു കൊടുക്കുന്ന രീതിയെയാണ് നമ്മൾ ഫുൾ വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് കടഭാഗം അതായത് വെള്ളത്തിൽ മുങ്ങി നിൽക്കരുത്, റൂട്ട്സ് മാത്രമേ വെള്ളത്തിൽ നിൽക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് വെള്ളം വറ്റിപ്പോകാനായിട്ട് കുറേ സമയം എടുക്കും. സെമി വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, വെള്ളത്തിന്റെ അളവുണ്ടോ, അതായത് ചെറിയ രീതിയിൽ ഒരു കാഭാഗമോ അല്ലെങ്കിൽ അരഭാഗമോ ഫുൾ എടുക്കാതെ നമ്മളൊരു കാൽഭാഗം മാത്രം റൂട്ടൊന്ന് ചെറിയ രീതിയിൽ വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നതാണ് സെമി വാട്ടർ കൾച്ചർ രീതി എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ അഡ്വാൻറ്റേജസ് നമുക്ക് ഈ സെമി വാട്ടർ കൾച്ചറിലാണ് ഉള്ളത്. ഫുൾ വാട്ടർ കൾച്ചർ ആകുമ്പോൾ നമുക്ക് വെള്ളം വറ്റി വരാനായിട്ട് സമയമെടുക്കും. നമ്മൾ നടുന്ന, അറിയാലോ, ഫെലനോപ്സിസ് ആണ് നട്ടിരിക്കുന്നത്. ഫെലനോപ്സിസ് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ഫെലനോപ്സിസിന് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ നമ്മൾ നനച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ വെള്ളം അധികം പാടില്ലാത്ത പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള, അതായത് ഈ ഇത്രയും വെള്ളം എടുക്കാനാണെങ്കിൽ ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് നമുക്ക് വറ്റിക്കിട്ടും. വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴേ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒരു 2 ദിവസം നമ്മുടെ ഈ അതായത് റൂട്ട്സ് ഒന്ന് ഡ്രൈ ആകാനായിട്ട് സമയം കൊടുക്കുക. ഫുൾ വാട്ടർ കൾച്ചർ ആകുമ്പോൾ നമുക്ക് ഒരാഴ്ചയോ അല്ല അതിൽ കൂടുതലോ ഈ വെള്ളം വറ്റി വരാനായിട്ട് നേരം എടുക്കും. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിന് അല്ലെങ്കിൽ റൂട്ട്സിന് ഒരു ചെറിയ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മളത് പറ്റുന്നതിന് മുമ്പായിട്ട് വെള്ളം മാറ്റി കൊടുക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും വെള്ളം വെച്ച് മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. ഫുള്ള് വെച്ച് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാവുമ്പോൾ 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ഈ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ തന്നെ വെള്ളം ഒഴിക്കരുത്. ഒരു 2 ദിവസം നമ്മുടെ റൂട്ട് ഡ്രൈ ആകാനായിട്ട് വിട്ടുകൊടുക്കുക. അതിനുശേഷം മാത്രം പിന്നീട് ഇത്രയും വെള്ളം പിന്നീടും റീഫിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓർക്കിഡ് വെള്ളത്തിൽ ഇറക്കി വെച്ച ശേഷം ഒരു കാരണവശാലും
നമ്മൾ ഈ പ്ലാന്റ് വെയിലത്ത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ എടുത്ത് വെക്കാൻ പാടില്ല. അതായത് ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഫെലനോപ്സിസ് ആണ് ഏറ്റവും നല്ല, ഇങ്ങനെ വാട്ടർ കൾച്ചറിനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഫെലനോപ്സിസ് ആണെന്ന് പറഞ്ഞത്. ഡെൻഡ്രോബിയം ആണെന്നുണ്ടെങ്കിൽ ഡെൻഡ്രോബിയം വെക്കുന്നതിന് കുഴപ്പമില്ല. ഡെൻഡ്രോബിയം വെച്ചാൽ എല്ലാവർക്കും അറിയാം, ഡെൻഡ്രോബിയം ഫ്ലവർ ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് നല്ല വെയിലിന്റെ ആവശ്യമുണ്ട്. 80% വെയിൽ നമുക്ക് ഡെൻഡ്രോബിയം ഫ്ലവർ ചെയ്യാൻ വേണം. പക്ഷെ ഫെലനോപ്സിസ് വ്യത്യാസമാണ്. ഫെലനോപ്സിന് അധികം വെയിലിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഇൻഡോർ ആയിട്ട് വെക്കാനായിട്ട് കഴിയും. ഫെർട്ടിലൈസേഷൻ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ പ്രൊപ്പഗേഷന് വെക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇത്രയും വെള്ളത്തിലാകുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ സാധാ ഉപയോഗിക്കുന്നതിനേക്കാളും 1% ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇതിലേക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇത് റെസ്റ്റ് ചെയ്യാൻ വിടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ റൂട്ട് ഒന്ന് ഫ്രീ ആവും. അത് കഴിഞ്ഞ് പിന്നീടും നമ്മൾ വെള്ളം റീഫില്ല് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അളവിൽ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ വാട്ടർ കൾച്ചർ രീതിയിലുള്ള ഫെർട്ടിലൈസിങ് സിസ്റ്റം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ നമ്പർ അടിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.